afternoon. Welcome to another episode of revision. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 59 വരെ പഠിച്ചു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഡത്തെ വിളിച്ച് ചോദിക്കണം. ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡ് നോക്കിയേ. കബൂത്തർ ഓർ മധുമക്കി അല്ലേ, തേനീച്ച, ഈച്ചയും കബൂത്തർ, कबूतर पिजियन, प्राव ले दो. जंगल में नदी के किनारे एक पेड़ पर कबूतर और मधुमक्खी रहते थे. एक बार मधुमक्खी नदी में गिर गई. पानी के तेज बहाव के कारण वह पानी में डूबने लगी. जंगल में नदी के किनारे एक पेड़ पर കബൂത്തർ और മധുമക്കി रहते थे. ഒരു വനത്തില്, ജംഗിൾ മീൻസ് ഫോറസ്റ്റ്, നദിയുടെ കിനാരെ, നദിയുടെ സമീപത്തായിട്ട് ഒരു മരത്തിൽ കബൂത്തറും മധുമക്കിയും താമസിച്ചിരുന്നു. ആരാണ് കബൂത്തർ? കബൂത്തർ എന്ന് പറഞ്ഞാൽ പ്രാവ്, മധുമക്കി എന്ന് പറഞ്ഞാൽ ഈച്ച, തേനീച്ച താമസിച്ചിരുന്നു. एक बार മധുമക്കി നദി में गिर गई. ഒരു തവണ തേനീച്ച എവിടെ വീണുപോയി? വെള്ളത്തിൽ വീണുപോയി. പാനിക്ക് തേസ് ബഹാവത്തെ കാരണം പാനി മേ ഡൂബ്നെ ലഗി. സ്പീഡിൽ നദിയിലെ വെള്ളം ഒഴുകി വരുന്നത് കണ്ടുകൊണ്ട് അത് വെള്ളത്തിൽ താഴ്ന്നു പോകുവാൻ വേണ്ടി തുടങ്ങി. നദിക്ക് കിനാരെ വൃക്ഷ पर एक कबूतर बैठा था. നദിക്ക് കിനാരെ, നദിയുടെ കിനാരെ സമീപത്തുള്ള വൃക്ഷത്തിൽ ആരിപ്പുണ്ടായിരുന്നു? പ്രാവിരിപ്പുണ്ടായിരുന്നു. उसने मधुमक्खी को डूबते देखा तो तुरंत एक पत्ता उसके आगे डाल दिया. वह मधुमक्खी उस पत्ते पर चढ़ गई. कबूतर ने पत्ता चोंच में दबाकर किनारे पर रख दिया. इस तरह मधुमक्खी डूबने से बच गई. അപ്പോൾ തേനീച്ച എന്ത് ചെയ്തു? വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന കണ്ടിട്ട് ഈ പ്രാവ് ഓടി വന്ന് എന്തിട്ട് കൊടുത്തു? ഇല പറിച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ ചുണ്ടില് ഇല പറിച്ചിട്ട് കൊടുത്ത് അതിൽ കയറി ആര് രക്ഷപ്പെട്ടു? വെള്ളപ്പൊക്കത്തിൽ നിന്നും നമ്മുടെ തേനീച്ച അതിൻ്റെ പുറത്ത് കയറി രക്ഷപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? ആ കിളി പ്രാവ് എന്ത് ചെയ്തു? ചോഞ്ച് എന്ന് പറഞ്ഞാൽ ചുണ്ട് കൊണ്ട് വലിയ സമീപത്തേക്ക് ഇല വലിച്ചടിപ്പിച്ച് നമ്മുടെ ഉറുമ്പിനെ രക്ഷപ്പെടുത്തി. അപ്പോഴോ एक दिन जंगल में एक शिकारी आया. एक दिन जंगल में, ഒരു തവണ നമ്മുടെ വനത്തിൽ ആര് വന്നു? ശികാരി, വേട്ടക്കാരൻ. शिकारी आया. उसने पेड़ पर बैठे कबूतर को निशाना बनाया. അപ്പോൾ എന്ത് ചെയ്തു? ഈ വേട്ടക്കാരൻ വന്നിട്ട് മരത്തിന്റെ കൊമ്പിലിരുന്ന പ്രാവിനെ ഉന്നം വെച്ചു. मधुमक्खी ने एक देखा तो शिकारी पर झपट पड़ी. उसने शिकारी के हाथ पर जोर से काट खाया. शिकारी का निशाना चूक गया. അപ്പോൾ എന്തോ മധുമക്കിനെ एक देखा तो, മധുമക്കി എന്ന് പറഞ്ഞാൽ ഈ തേനീച്ച ഇതിനെ കണ്ടിട്ട് എന്ത് ചെയ്തോ? കയ്യിൽ പോയി ഒരൊറ്റ കടി കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ഈ വേട്ടക്കാരൻ്റെ ശ്രദ്ധ, ഉന്നം തെറ്റി. കബൂത്തർ ഉഡ്ഗയ. പെട്ടെന്ന് ഈ ഇത് കണ്ടുകൊണ്ട് കബൂത്തർ പെട്ടെന്ന് പറന്നുപോയി. ഉസ്കി ജാൻ ബച്ച് ഗയി. അതിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ശികാരി ദേഖ്താ ഹി രഹ് ഗയാ. ശികാരി എന്ത് ചെയ്തു? നോക്ക്, ഇങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ നിൽക്കുവാണ്. മക്കീനെ കബൂതർ കി ജാൻ ബച്ചാക്കർ അപ്പനെ ഊപ്പർ കിയേ ഗയേ ഉപകാർ കാ ബദലാ ചുകാ ദിയാ. മക്കി എന്ത് ചെയ്തു? തേനീച്ച പറയാണ്, എന്താണ്? എൻ്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് തിരിച്ച് പ്രത്യുപകാരമായിട്ട് കബൂത്തറിൻ്റെ ജീവൻ രക്ഷിക്കുവാനും എനിക്ക് സാധിച്ചു. इस कहानी से हमें एक शिक्षा मिलती है कि कर फला हो फला. ഈ കഥ കൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. क्वेश्चंस നോക്കിയേ. नीचे लिखे प्रश्नों के उत्तर दो. നദി में कौन गिरा? ആരാണ് നദിയിൽ വീണത്? മധുമക്കി. എങ്ങനെയാണ്? മധുമക്കി, തേനീച്ചയാണ് വീണത്.
मधु मक्खी. Okay. Next okay, कबूतर कहाँ बैठा था? कबूतर എവിടെയാണ് ഇരുന്നത്? एक वृक्ष पर. कबूतर ने मधुमक्खी के सामने क्या डाला? कबूतर ने मधुमक्खी के सामने पत्ता डाला. पत्ता എങ്ങനെയാണ് വായിക്കുന്നത്? പത്ത. പത്ത എന്ന് പറഞ്ഞാല് ഇല്ല. മധുമക്ഷിയുടെ അടുത്തേക്ക് എന്താണ് കബൂത്തർ ഇട്ട് കൊടുത്തത്? എന്താണ് ഇട്ട് കൊടുത്തത്? പത്ത. തായുടെ പകുതി തായും ആയുടെ മാത്ര പത്ത. ഡാല. नेक्स्ट हो गया जंगल में कौन आया? जंगल में कौन आया? शिकारी. वेटकारन. हंटर. शिकारी. शिकारी എങ്ങനെയാണ് വായിക്കുന്നത്? शिकारी. शिकारी. शिकारी എന്ന് പറഞ്ഞാൽ എന്താണ്? വേട്ടക്കാരൻ. नेक्स्ट क्वेश्चन ओके. शिकारी ने किसे अपना निशाना बनाया? शिकारी ने आरिലാണ് निशाना बनाया? कबूतर. कबूतर से. कबूतर से निशाना बनाया. कबूतर से निशाना बनाया. ഒന്നുകൂടി പറയാം. നദി में कौन गिरा? നദിയിൽ ആരാണ് വീണത്? നദിയിൽ വീണത് മധുമക്ഖി. തേനീച്ച. എങ്ങനെയാണ് എഴുതുന്നത്? മധു മായുടെ പകുതിയും ഇഖയും. മധുമക്ഖി. കബൂतर കഹാ ബൈഠാ था? കബൂतर എവിടെയാണ് ഇരുന്നത്? വൃക്ഷ पर. കബൂतर वृक्ष पर बैठा था. कबूतर ने मधुमक्खी के सामने क्या डाला? कबूतर ने मधुमक्खी के सामने पत्ता डाला. जंगल में कौन आया? जंगल में शिकारी आया. शिकारी ने किसे अपना निशाना बनाया? शिकारी ने कबूतर से अपना निशाना बनाया. नेक्स्ट നോക്കി. एक और अनेक. ഒന്നും അതിൽ കൂടുതലും. നദി. एक से एक और अनेक में मीन्स ഒന്ന് അതിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത് നോക്കിയേ. ഗഥ. ഗഥേ. ഗഥ. ഗഥേ. സന്ദര. സന്ദരേ. സന്ദര. സന്ദരേ. ഒന്ന് അതിൽ കൂടുതൽ. സന്ദര എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ചാണ് സന്ദര. സന്ദരേ എന്ന് പറഞ്ഞാൽ ഓറഞ്ചുകൾ. മുർഗ. മുർഗി. മുർഗേ. മുർഗി എന്ന് പറഞ്ഞാൽ ലിംഗ ബദലാണ്, സ്ത്രീലിംഗമാണ്. മുർഗ. മുർഗേ. മുർഗ. മുർഗേ. ബഗുല. बगुले. बगुले. केला. केले. केला. केले. ओके. നമ്മൾ മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ മാത്രമൊക്കെ പ്രത്യേകം പഠിക്കുക. എന്താണ്? ഗ ഗ ഥ. ഗ ഥ. ഗഥ. ഗഥേ. എങ്ങനെയാണ് വായിക്കുന്നത്? ഗഥേ. സന്ദര. സന്ദരേ.
मुर्गे बगुला बगुले केला केले केला केले गधा गधे संतरा संतरे मुर्गा मुर्गे बगुला बगुले केला केले नेक्स्ट ओके मुर्गी मुर्गी मुर्गिया मुर्गी मुर्गिया नेक्स्ट ओके बकरी बकरिया ആട് ആട്ടിൻകുട്ടികൾ ആടുകളിന് ഒത്തിരി ആടുകളൊക്കെയാണ് നമ്മള് ബക്കരിയ ഈയുടെ മാത്രമാകുമ്പോൾ ഈയുടെ മാത്രമാക്കി ജസ്റ്റ് ഈയുടെ മാത്രമാക്കി മാറ്റും ഇങ്ങനെയുള്ളത് എങ്ങനെയുള്ളത് ഇങ്ങനെയുള്ളതിനെ നമ്മൾ ഇങ്ങനെയാക്കി മാറ്റും അല്ലേ ആയുടെ മാത്രയോ നമ്മൾ എന്തായിട്ട് വരും എ ആക്കി മാറ്റും ओके नेक्स्ट ओके लड़की എങ്ങനെയാണ് എഴുതുന്നത് ലാ ഡാ കി ലड़की लड़कियां लड़की लड़कियां रोटी रोटियां रोटी रोटियां पत्ती 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 पत्तियां टोकरी टोकरी टोकरियां कटोरी कटोरियां कटोरी कटोरियां कटोरी कटोरिया ओके ഒന്നുകൂടി പറയാം ഗധ ഗധേ संतरा संतरे मुर्गा मुर्गे बगुला बगुले केला केले मुर्गी मुर्गियां बकरी बकरियां लड़की लड़की लड़कियां रोटी रोटियां पत्ती पत्तियां टोकरी टोकरियां कटोरी कटोरियां ओके नेक्स्ट ओके नंबर 63 अपने पसंद के फलों के चित्र बनाओ और उनमें रंग भरो നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫലങ്ങൾ വരച്ച് കളർ കൊടുത്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് മുകളിൽ ഫ്രൂട്ട്സും താഴെ എന്താണ് വെജിറ്റബിൾസും മുകളിൽ ഫ്രൂട്ട്സ് വരയ്ക്കണം താഴെ എന്ത് ചെയ്യണം വെജിറ്റബിൾസും സബ്ജി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസും വരച്ച് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ नेक्स्ट ओके पेज नंबर 68 संकलित मूल्यांकन अभ्यास पत्र 1 नीचे कुछ चित्र बने हैं उनका पहला अक्षर क्या है देखें व समझ कर लिखो इसी अक्षर से दिए गए खाली स्थान पर एक नया शब्द बनाकर लिखो ले ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ നോക്കി അതിന്റെ ആദ്യത്തെ അക്ഷരം
എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? അതുപോലെ വേറെ വാക്കുകൾ അല്ലേ, വാക്കുകൾ ആ ചിത്രത്തിലുള്ള വാക്ക് എഴുത്. നിങ്ങൾ തൽക്കാലം അതുപോലെ വേറെ വാക്കുകളൊക്കെ കണ്ടുപിടിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ഒരു പക്ഷിയാണ് അല്ലേ, മൈന അല്ലേ, മൈന. ഫസ്റ്റ് എന്താണ്? മൈന. നെക്സ്റ്റ് എന്താണ്? ഓഖലി, ഓ ഓ നെക്സ്റ്റ് എന്താണ്? ആചാരൻ. മറ്റൊരു പേര് പറയാമോ? ആദര. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ആദര. ആദര. നെക്സ്റ്റ് എന്താണ്? കമൽ. കാസെ ഹോത്തെ ഹെ കമൽ. കമൽ. ലോട്ടസ്. വേറെ പേര് പറഞ്ഞേ? കലം അല്ലേ? നെക്സ്റ്റ് എന്താണ്? ഒരു പിക്ചർ ഉണ്ടല്ലോ, ആം അല്ലേ, ആം. നെക്സ്റ്റ് ഗാജർ. 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 നെക്സ്റ്റ് സഞ്ചിയാണ് അല്ലേ? സഞ്ചിക്ക് എന്താണ് പറയുന്നത്? തൈല. തൈല. നെക്സ്റ്റ് അവിടെ ഇരിക്കുന്നത് നോക്കി, ആരാണ്? ഖർഗോശ്. ഇക്കാസെ എന്താണ്? ഖർഗോശ്. ഖർഗോശ്. നെക്സ്റ്റ് മോർ. മോർ. ഫസ്റ്റ് നോക്കിയ പിക്ചർ എന്തായിരുന്നു? മൈന. നെക്സ്റ്റ് ഓഖലി. എന്താണ്? മോട്ടർ അല്ലേ? നമ്മളിപ്പോ എന്ത് ചെയ്യും? ഇങ്ങനൊരു സാധനം കണ്ടിട്ടുണ്ടോ? വീടുകളിലൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ. എന്താ പണ്ടുകാലത്ത് അപ്പൂപ്പനും അമ്മയൊക്കെ മുറുക്കാൻ ഇടിച്ചതാണ്. ഇപ്പൊ എന്ത് ചെയ്യും? നമ്മള് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ചതയ്ക്കുവാനായിട്ട് വേണ്ടിയിട്ട് നമ്മളിത് മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ആചാരൻ, ആധാര. നെക്സ്റ്റ് എന്താണ്? കമൽ, ലോട്ടസ് അല്ലേ? കലം എന്താണ്? പെൻ. പെൻ. ആസെ ഹോത്തെ ഹെ ആം. നെക്സ്റ്റ് गा से होते हैं गाजर. इथा से होते हैं थैला. थैला. इथा से होते हैं खरगोश. मोर. मोर. ओके. The next one. नीचे कुछ अक्षर दिए हैं आपको.
लिखना है कि दिए हुए अक्षर के बाद कौन सा अक्षर आते हैं? आ, പിന്നെ ആ, നെക്സ്റ്റ് ഇ, ഈ, ഉ, കഴിഞ്ഞിട്ട് എ ആണ് കൊടുത്തത്. എ, ഐ, ഓ അവിടെ കൊടുത്തിട്ടുണ്ട്. ഔ അല്ലേ? അപ്പൊ സ്വരാക്ഷരം കൂടി എഴുതാം. നെക്സ്റ്റ് നോക്കിയേ, നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? കാ, ഇഖ, ഗ, ഇഖ, ങ, ച, ഇച്ഛ, ജ, ഇച്ഛ, ഞ, ഠ, ഇഠ, ഡ, ഇഠ, ന, ത, ഇഠ, ദ, ഇഠ, ന. നെക്സ്റ്റ് പ, ഇഫ, ബ, ഇഫ, മ. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് വ്യഞ്ജനാക്ഷരങ്ങള്. ഇത് സ്വരാക്ഷരങ്ങളാണ്. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങളോട് കൂടി വ്യഞ്ജനാക്ഷരങ്ങളില് നമ്മുടെ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നം ചേർത്ത് എഴുതുമ്പോഴും നമ്മൾ എന്താവും? നമ്മുടെ ബാരഘടി ലിഖോ എന്ന് പറയും. ബാരഘടി ലിഖോ എന്ന് പറയുമ്പോൾ നമ്മുടെ ദീർഘാക്ഷരങ്ങളായി മാറും. അപ്പൊ അത് വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് നമ്മുടെ ടെക്സ്റ്റ് വായിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഓ, ഔ, അം, ആ. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങളോ? ക, ഇഖ, ഗ, ഇഖ, ങ, ച, ഇച്ഛ, ജ, ഇച്ഛ, ഞ, ഠ, ഇഠ, ഡ, ഇഠ, ന, ത, ഇഠ, ദ, ഇഠ, ന, പ, ഇഫ, ബ, ഇഫ, മ. ഇത്രയാണ് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങളോട് കൂടി നമ്മുടെ ക എന്ന വ്യഞ്ജനാക്ഷരത്തോട് കൂടി നമ്മുടെ ഫസ്റ്റ് സ്വരാക്ഷരം ഏതാണ്? ആ. ആ ചേർത്ത് എങ്ങനെയാണ് എഴുതുന്നത്? കാ. അപ്പൊ കായോടൊപ്പം നെക്സ്റ്റ് സ്വരാക്ഷരം ഏതാണ്? ആ. ആ എഴുതുമ്പോൾ എന്തായി മാറി? കാ അല്ലേ? കായോടൊപ്പം ഈ, കീ. നെക്സ്റ്റ് കായിനൊപ്പം ഈ ചേർത്ത് എഴുതുമ്പോ കീ. മനസ്സിലായോ? കായോടൊപ്പം ഊ ആവുമ്പോഴോ
ദീർഘാക്ഷരങ്ങളിൽ വരുന്നത്. അപ്പം മാത്ര ചേർത്ത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കണം. അക്ഷരങ്ങളൊക്കെ ചേർത്ത് മാത്രകൾ ചേർത്ത് എഴുതുവാൻ വേണ്ടിയിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ എക്സാമൊക്കെ എഴുതണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഡത്തെ വിളിച്ച് ചോദിക്കണം. ബാലൻസ് നോട്ട്സൊക്കെ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ ചിൽഡ്രൻ, ലെറ്റ് us wind up the class. See you tomorrow.